ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ബ്രെഡും ഒരു സവാളയും 2 പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകമാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ബ്രെഡും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെയാണ് ഒന്ന് അരച്ചെടുക്കേണ്ടത്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെയാണ് ആ ഉള്ളിയുടെ ഒക്കെ ഒരു വെള്ളം നനവ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പെരുംജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, പച്ചമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ ഉള്ളിയുടെ നനവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു വെള്ളം നനവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കേണ്ട, അതുപോലെയാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റെഡി ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടതിന് ശേഷം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ മുളക് പൊടിയോ അങ്ങനെയുള്ളതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡിൽ എനിക്ക് 7 എണ്ണമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഡീപ് ഫ്രൈ ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് അല്ലേ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ മുരിച്ചെടുക്കാം. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇതുപോലെ 2 സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പൊ ഈ ഒരു കളർ ആകുമ്പോഴും നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ സിമ്പിൾ അല്ല, എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതല്ല. ബ്രെഡും കുറച്ച് സവാളയും 2 പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.